2,87,000 രൂപയാണ് പ്രോഫിറ്റ്. യെസ് ഗൈസ്, 2,87,000 രൂപയാണ് ഇന്ന് പ്രോഫിറ്റ്. സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു, ബ്യൂട്ടിഫുൾ എക്സ്പയറി ആയിരുന്നു. കാരണം നമ്മൾ എങ്ങനെയാണോ എക്സ്പെക്ട് ചെയ്തത്, പ്രീ മാർക്കറ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എക്സാക്ട്ലി ദ സെയിം തന്നെയാണ്. എങ്ങനെയാണോ മാർക്കറ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത് അതാണ് പറഞ്ഞിരുന്നത്. 23,800 and 24,000 റേഞ്ച് ആണ്. ഗ്യാപ് ഡൗൺ ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് യു ഗെറ്റ് എ ബൗൺസ്, ഇറ്റ്സ് എ സെൽ ഓൺ റൈസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു. പെർഫെക്റ്റ്ലി നമ്മൾ പറഞ്ഞ ഏരിയ ഒരു ഗ്യാപ്പ് ഫിൽ, ആ ഒരു ഗ്യാപ്പ് വന്നത് അത് ഫിൽ ചെയ്തു. 24,000 വന്നു. റിജക്ഷൻ കെയിം ഓൾ ദ വേ ടിൽ 23,800. സോ നിഫ്റ്റിയിൽ തന്നെ ഒരു 200 പോയിന്റ് മൂവ് ആണ്. സെൻസെക്സിൽ മാസീവ് മൂവ് ആയിരുന്നു. അതുപോലെ തന്നെ 23,800 നിങ്ങൾക്ക് ഒരു ബൗൺസും കിട്ടി. സോ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് ഇന്നത്തെ പ്രോഫിറ്റ്, 2,87,000. അതിലൊരു കോൾ ട്രേഡ് ഉണ്ട്, അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പുട്ട് ട്രേഡാണ് വലിയ ട്രേഡ്. അതിനുശേഷം 76,500 ഉണ്ട്, കപ്പിൾ ഓഫ് സ്റ്റോപ്പ് ലോസസും ഉണ്ട്. സോ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഗ്യാപ് ഡൗൺ ആയിരുന്നു. ആൻഡ് ഗ്യാപ് ഡൗൺ നമ്മൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് പറഞ്ഞിരുന്നത്, സെൽ ഓൺ റൈസ് ആയിരുന്നു. സോ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനൊരു സെൽ ഓൺ റൈസ് ഒരു ട്രേഡ് എടുത്തിരുന്നു, പുട്ട് ട്രേഡ്. അത് വർക്കൗട്ട് ചെയ്തു. പിന്നെ ഒരു ട്രേഡ് ട്രൈ ചെയ്തത് ഇവിടെ വർക്കൗട്ട് ചെയ്തില്ല. പിന്നെ ഗ്യാപ് ഫിൽ ട്രേഡ് ഇവിടെ നിന്നാണ് ഒരു ട്രേഡ് എടുത്തത്. അതിനുശേഷം ഈ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്തു, അവിടെ നിന്നൊരു ട്രേഡ് എടുത്തു. പിന്നെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു ട്രേഡ് കിട്ടി. അങ്ങനെയാണ് ഒരു ബിഗ് ട്രേഡ് വന്നേക്കുന്നത്. അതിനുശേഷം ഈ ഒരു ബൗൺസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ആ ബൗൺസ് ഞാൻ ആക്ച്വലി ലൈവ് ട്രേഡ് എടുത്തിട്ടുണ്ട്, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ ട്രേഡ് അത് ഒരു എനിക്കൊന്ന് 30 സെക്കൻഡേ എടുത്തിട്ടുള്ളൂ. പക്ഷേ അതിലൊരു 45,000 പ്രോഫിറ്റ് ആ 30 സെക്കൻഡിൽ കിട്ടിയ ലൈവ് ട്രേഡ് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതെല്ലാം ലൈവ് ട്രേഡ് റെക്കോർഡാണ്. അതെല്ലാം അടുത്ത വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ ആക്ച്വലി ആക്റ്റഡ് ആസ് എ റെസിസ്റ്റൻസ്. അത് ഒരു റീട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തിരുന്നു. അത് സപ്പോർട്ട് ആവേണ്ടതാണ്, പക്ഷേ അതിപ്പോൾ റെസിസ്റ്റൻസ് ആയി. ഇവിടെ നിന്ന് എനിക്കൊരു പുട്ട് ട്രേഡ് പിന്നെയും കിട്ടി. അതാണ് രണ്ടാമത്തെ പുട്ട് സ്ട്രൈക്ക് പ്രൈസ്. ഇവിടെ എടുത്തതാണ് 76,300 ആയിരുന്നു ഞാൻ ഇവിടെ എടുത്തത്. അതിനുശേഷം 3 o'clock മൂവും എനിക്ക് അപ്സൈഡ് കിട്ടി, കാരണം ഇവിടെ ഒരു ബുള്ളിഷ് ഡൈവേർജൻസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി എനിക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ട്രേഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 3 o'clockനും ഒരു ബൗൺസ് വന്നിട്ട് പിന്നെ ഒരു ഡിപ്പ് തന്നിട്ട് പിന്നെ ഒരു ബൗൺസ് വന്നു. സോ ആ ഒരു ബൗൺസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതിൽ നല്ലൊരു ഓൾമോസ്റ്റ് ഡബിൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ നല്ല എളുപ്പമായിരുന്നു സെൻസെക്സ് എക്സ്പയറി. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് വന്നത്. ഇനീഷ്യലി ഒരു മൂവ് കിട്ടി, പക്ഷേ പിന്നെ കുറച്ച് നേരം സൈഡ് വൈസ് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ടാവും, എക്സ്പയറി ഡീക്കെ ഉണ്ടായി. അതിനുശേഷം ഗ്യാപ്പ് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ പുട്ട് സൈഡ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ 23,800 നമ്മൾ ഡിസ്കസ് ചെയ്ത റേഞ്ചിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ വെരി ക്ലിയർ ഡേ. 24,000 റെസിസ്റ്റൻസ്, അവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടി. 23,800 സപ്പോർട്ട്, അവിടെ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ അപ്സൈഡ് ട്രേഡും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ട്രേഡ്, വേറെ ഒന്നുമില്ല. ആക്ച്വലി ആസ് എ സെല്ലർ ഞാൻ ചെയ്തത് 23,900 സ്ട്രാഡിൽ സെൽ ചെയ്തു, 24,000 കോൾ സെൽ ചെയ്തു, 23,800 പുട്ട് സെൽ ചെയ്തു. എല്ലാം ഇൻ മൈ ഫേവർ. ഓക്കെ, സോ അതായിരുന്നു ഇന്നത്തെ ട്രേഡ്. നിങ്ങൾക്ക് ഇത് ലൈവ് മാർക്കറ്റിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യുക, ലൈവ് മാർക്കറ്റ് മെന്ററിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ ഐ സീ യു ദേർ.